യെസ്, ശ്രീധര സി സ്പീക്കിംഗ്. ആ പ്രസൻ്റ് ആണോ? ആ ആ പ്രസൻ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലേ പ്രസൻ്റെ. വീണ്ടും വീണ്ടും വിളിച്ച് എൻ്റെ മനസ്സ് മാറുന്നു കരുതി. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടണം, എന്നാലും അത് ആവർത്തിക്കാതിരിക്കൂ. അയാളാണ് ചെയ്യുന്നത് വ്യക്തമായി തെളിവ് അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി കോടതി പറഞ്ഞോളൂ, തെളിയിക്കാൻ കോടതി തെളിയിച്ചോളൂ. സോറി മിസ്സേ, എനിക്കും തിരക്കുണ്ട്. ഒരു പാർട്ടിയുടെ മെമ്പറാണെന്ന് എഴുതി എന്ത് തോന്നിയസം ചെയ്യുന്നു അവരൊക്കെ വിചാരം. ആ കളി നിലനിർത്തില്ല, നാളെ വേറെ. തൽക്കാലം ഫോൺ സ്വിച്ച് ഓഫ് ആക്കാം, നാളെ ഉള്ളിയാക്കണ്ടല്ലോ. എന്താ എനിക്കൊരു പരാതി ഉണ്ട് സാർ. എന്താ പരാതി? എന്നെ പീഡിപ്പിച്ചു സാർ. പേടിപ്പിച്ചോ? അല്ല സാർ, പീഡിപ്പിച്ചു. പേടിപ്പിച്ചോ? ആര്? ഇപ്പോൾ എവിടെ? എങ്ങനെ വെച്ച്? ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ് സാർ. സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി എന്നെ പീഡിപ്പിച്ചു സാർ. ആരാണ്? പേര് പറ. ഞാൻ ക്ലൂ തരാം സാർ, സാറ് പെട്ടെന്ന് മനസ്സിലാവും. നോക്കട്ടെ. അദ്ദേഹം സിനിമയിലെ ഒരു കോണിയാണ് സാർ. കോണിയോ? അതെ സാർ, പല സംവിധായകരും സൂപ്പർ മകയിലെത്തിയത് അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്തുകൊണ്ടായിരുന്നു സാർ. ഓ മനസ്സിലായി. അല്ല, ഇതെന്താ സംഭവിച്ചത്? 20 കൊല്ലായി സാർ. 20 കൊല്ലമായിട്ട് ഇപ്പോഴാണ് പരാതി വരുന്നത്? എപ്പോഴാണ് ധൈര്യം കിട്ടിയത് സാർ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നില്ലേ സാർ? ഇത് കേസാക്കിയില്ല, ഇതിന് ഭക്ഷിത്തുണ്ടെന്ന് അറിയാമോ? ഇല്ല സാർ. അതൊന്നറിയാതെ പരാതിക്ക് വന്നിരിക്കുന്നത്. അത് കുട്ടിക്കളിയാ, ജാമ്യം കിട്ടാ നോപ്പാ. മനസ്സായോ? സാർ ഇനി സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവർക്ക് പരാതിയിട്ട് വന്നിട്ടുണ്ടല്ലോ, നീ ഇവരറിയാം. മനസ്സായോ? സാർ നീ പറയുന്നതാ. ഇനി നീ ഇതിൻ്റെ പേരിലെങ്ങനെ എൻ്റെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, നിന്നെ കാര്യം കെട്ടി തൂക്കി കൈകൾ മറകോട്ട് കെട്ടി കണ്ണുകൾ ചോന്നു മുളക് തെച്ച് പൊരിച്ചെടുക്കും. മനസ്സായോ? സാർ പിക്ക വന്നേക്കുന്നത് ശീലാതെ 20 കൊല്ലം നടന്ന പീഡന പരാതിയുമായിട്ട് ഇപ്പം ഒന്നീ ഭ്രാന്ത് അല്ലെങ്കിൽ കാണ്ടാപുറത്ത് തുലിക്കട്ടി. അഭിനയിക്കുമെങ്കിൽ തൊഴിലുറപ്പ് മാത്രം പോരാ, കഴിവ് വേണമോ? അഭിനയിക്കാനുള്ള കഴിവ് മനസ്സിലായോടി? ഒന്നും നിൽക്കുന്നുണ്ട് മനുഷ്യ സമയം